അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ മാവുണ്ട്, അയലോക്കത്ത് മാവുണ്ട്. മാങ്ങ പറിക്കണമെങ്കിൽ നിലത്ത് വീണാൽ ചതഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു തോട്ടി വേണം താഴെ വീഴാതെ പറിക്കാനായിട്ട്. അപ്പോൾ ആ തോട്ടിയാണ് ഇന്നിവിടെ നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിനു മുമ്പ് ഒരു തോട്ടി എന്താ പറയുക ചാമ്പയ്ക്കയും പേരക്കയൊക്കെ പറിക്കാനായിട്ട് കുപ്പിത്തേട്ടി ഉണ്ടാക്കിയിരുന്നു. അത് എന്താ പറയുക 60,000-ൽ മുകളിൽ ആൾക്കാർ അത് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ തോട്ടി നമുക്ക് കുറച്ചുകൂടെ പ്രയോജനപ്പെടുന്നതാണ്. ഈ തോട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നോക്കിയേ, ആ മാങ്ങ പറിച്ചിട്ട് കൃത്യമായിട്ട് നമുക്ക് ആ നെറ്റിനകത്ത് വീണ് കിടപ്പുണ്ട്, ഒന്നും താഴെ വീണിട്ടില്ല. ഇത് നമുക്ക് വെച്ച് പഴുപ്പിച്ചൊക്കെ എടുക്കാം. കണ്ടോ എത്ര 5-6 മാങ്ങ വരെ അതിനകത്ത് വീണ് കിടക്കും കേട്ടോ. ഒരു നല്ല സുഖമായിട്ട്. അത് ആദ്യം ഉണ്ടാക്കി നെറ്റ് കുറച്ച് അകലത്തിലായിപ്പോയി. അതുകൊണ്ട് ഞാൻ വീണ്ടും അകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റും കൂടെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 2 കളറിലിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അടുപ്പിച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് ശരിയാവും. ആ കുട്ടി മാങ്ങയൊക്കെ അതിനകത്ത് നിന്ന് പെറുക്കി എടുക്കുന്നുണ്ട്. ഇങ്ങനെ പെറുക്കിയിടുമ്പോൾ കുട്ടിയുടെ കൈ കൊള്ളാതെ ശ്രദ്ധിക്കണേ. ഇത്രയും മാങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ എവിടെ എടുത്തിരിക്കുന്നത് ഒരു ഷട്ടിൽ ബാറ്റ്. നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവും, കുട്ടികൾ കളിച്ചിട്ട് അത് ഉപയോഗം ഇല്ലാതെ കിടക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മുടെ മൊസ്കിറ്റോ ബാറ്റിലെ കൊതിനക്കല്ല് അതെടുത്താലും മതി കേട്ടോ. നമുക്കൊരു മുടക്കുമില്ല. ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് നല്ല ഈസി ആയിട്ട് ഈ സംഭവം തയ്യാറാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ത്രെഡ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് നമുക്കിനി അതിനകത്തേക്ക് നമുക്കറിയാലോ നമുക്ക് നെറ്റ് തയ്യാറാക്കണം. ആ നെറ്റ് തയ്യാറാക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ചെയ്യുന്നത്, ഇവിടെ നമുക്ക് മാക്രമയുടെ കുറേ ത്രെഡ് ഇവിടെ ഇരിപ്പുണ്ട്. അത് വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. അത് ഒരു നിർബന്ധവുമില്ല. നമ്മൾ ഏതെങ്കിലും നെറ്റ്, നമ്മൾ പച്ചക്കറി കയറ്റി ഇടാൻ വേണ്ടി നീല നെറ്റ് വാങ്ങൂലേ, അധികം ഹോളില്ലാത്ത ടൈപ്പ്, അത് മതി കേട്ടോ. അതിൻ്റെ ഒരു പീസ് നമ്മുടെ ഇതിൻ്റെ ഫ്രെയിമിൽ അങ്ങോട്ട് പിടിപ്പിച്ചെടുത്താൽ മതി. കാരണം ഫ്രെയിമിലൊക്കെ ഹോൾസ് ഉണ്ട് നിറച്ച്. അപ്പോൾ നമുക്ക് തുന്നി പിടിപ്പിക്കാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ ഈ ത്രെഡ് ഇവിടെ ഇരുന്നുകൊണ്ടും, സാധാരണ ഞാൻ ബാഗ് ഉണ്ടാക്കുന്ന ഇതിൻ്റെ മാക്രമേ ബാഗ് ഉണ്ടാക്കിയിട്ടുണ്ട്, എൻ്റെ വീഡിയോ ഉണ്ട്. ആ ഒരു നോട്ട്, ആ ഒരു കെട്ട് തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. വളരെ ഈസിയാണ്. ഇത് 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. 1 മീറ്റർ നീളത്തിൽ കുറച്ച് 10-20 പീസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അടുത്തിരിക്കും. ഇത് പീസുകൾ കുറവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, നെറ്റ് ഉണ്ടാക്കിയപ്പോൾ അത് കുറച്ച് അകലത്തിലായി പോയിട്ടുണ്ട്. ഇതുപോലെ അങ്ങോട്ട് കെട്ടിക്കൊടുത്താൽ മതി. ഈ കെട്ട് വളരെ ഈസിയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊരുത്ത് പോയാൽ മതി. ഇത് വേണമെന്ന് ഒരു നിർബന്ധമില്ല. നല്ല വൈറ്റ് കളറിലൊക്കെ ഇരിക്കാൻ വേണ്ടി ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും നെറ്റ്, നമ്മുടെ വീട്ടിലുള്ള ഒരു നെറ്റിൻ്റെ കഷ്ണം എടുത്ത് നല്ല ഇതിലൊന്ന് സെറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇങ്ങനെ തുന്നി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടിഭാഗം ഒന്ന് കെട്ടിക്കൊടുക്കണം. ആ കെട്ടും ഒക്കെ ആ കെട്ടൊക്കെ ഞാൻ ആ മാക്രമേ ബാഗിൽ ചെയ്തിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ ആ വീഡിയോ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ആ നോട്ട് പഠിച്ചിരുന്നാൽ നമുക്ക് പല സ്ഥലത്തത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ മാങ്ങ പറിക്കുന്ന ഉപകരണത്തിൻ്റെ നെറ്റിൻ്റെ ഒരു പകുതി ഭാഗം ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ആ മാങ്ങ ഇങ്ങനെ പറിച്ചെടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു മൂർച്ചയുള്ള ഒരു സാധനം, ഒരു ബ്ലേഡോ കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് പിടിപ്പിക്കണമല്ലോ. അത് നമ്മൾ കുപ്പിത്തോട്ടിയിൽ വെച്ചിരുന്നത് 2 ആണിയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ആണി സെറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റീലിൻ്റെ ചെറിയ പ്ലേറ്റ് എടുത്ത്, ഒരു സ്റ്റീലിൻ്റെ ചെറിയ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് വർക്ക്സ് ഒക്കെ ചെയ്യുന്നിടത്ത് സ്റ്റീൽ വർക്കൊക്കെ ചെയ്യില്ലേ, അവിടെ ഉണ്ടാവും. അത് ഒരു പീസ് ചോദിച്ചാൽ വെറുതെ എന്താ പറയുക, ഒരു 10-15 സെൻറ്റിമീറ്റർ നീളവും ഉള്ള മതി. ആദ്യം ഈ കാർഡ്ബോർഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. അതിൻ്റെ ആ ഒരു ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ വരച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ട് എന്നിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് മുറിക്കുവാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ഇത് വെച്ചിട്ട് ആ സ്റ്റീലോ അല്ലെങ്കിൽ അലുമിനിയോ തകരമോ എന്തെങ്കിലും ഒരു ഷീറ്റ് മതി. ഒരു മൂർച്ച പോലെ വരണം ഉണ്ടോ. ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു കോണർ ഉണ്ടല്ലോ, അവിടെ ആണ് നമ്മൾ മാങ്ങ ഇട്ടിങ്ങനെ പിടിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് മാങ്ങയുടെ ഞെട്ട് വരും. ഇതാണ് സ്റ്റീൽ പ്ലേറ്റ്. ഇത് ഞാൻ കട്ട് ചെയ്തല്ല കേട്ടോ. നമ്മുടെ അടുത്തൊരു എഞ്ചിനീയറിംഗ് വർക്ക്സ് ചെയ്യുന്ന ഒരു ടീമുണ്ട്. കുട്ടികളും അദ്ദേഹമൊക്കെ ഇത് വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ അവരാണ് എനിക്ക് ഈ പീസ് തന്നത്. അപ്പോൾ അതിൽ ഒരു 4 ഹോൾസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബാറ്റിലും ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റീലിൻ്റെ ഈ പ്ലേറ്റ് നമുക്കതിൽ സെറ്റ് ചെയ്യണം.
സെറ്റ് ചെയ്യുന്ന വേണ്ടി എന്താ പറയുക, ആണി കൊണ്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നൂൽക്കമ്പിയിട്ട് കെട്ടി സെറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഗൺ റിബേറ്റ് എന്ന് പറഞ്ഞ ഒരു തരം ഒരു എന്താ പറയുക, ഒരു ബിറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ആ ബിറ്റാണ് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇതൊക്കെ അവരുടെ ആ കുട്ടി തന്നാണ് എനിക്ക് കേട്ടോ. നമ്മുടെ എന്താ റസാഖ് എന്നാണ് ആ പയ്യൻ്റെ പേര്. അവനിങ്ങനെ കാര്യങ്ങളിലൊക്കെ സഹായിക്കാറുണ്ട്. കണ്ടോ, ഇതിലാണ് നമ്മൾ മാങ്ങ പറിക്കുന്നത്. ഉണ്ട്, ഇത് സ്റ്റീൽ നല്ല മൂർച്ചയാണ്, പിച്ചാത്തി പോലെ തന്നെ മൂർച്ചയുണ്ട് ഇതിന്. ഞാൻ പറഞ്ഞല്ലോ, അലുമിനിയത്തിൻ്റെ പ്ലേറ്റ് ആയാലും മതി, തകരമായാലും മതി. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു സിസർ കത്രിക വെച്ച് വേണം അത് കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് എനിക്ക് അവർ തന്നിട്ടുണ്ട്. ഇനി അത് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മൾ പറയുന്ന ഗൺ റിബേറ്റ് എന്ന് പറയുന്നത്. അത് പ്രത്യേക ഗൺ ഉപയോഗിച്ചാണ് പിടിപ്പിക്കുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ വെറുതെ നൂൽക്കമ്പി ഇട്ട് മുറുക്കി കെട്ടിയാലും മതി. ഇത് നന്നായിട്ട് ഇതെല്ലാ കാലത്ത് ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിങ്ങനെ ഹോളിൽ കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ ഗൺ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്ത് അപ്പോൾ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരിക്കും. സ്ക്രൂ ചെയ്ത് വെച്ചാലും മതി. കണ്ടോ, ഇതാണ് നമ്മുടെ തോട്ടിയുടെ എന്താ പറയുക, മാങ്ങ പറിക്കാനുള്ള ആ തോട്ടിയുടെ രൂപം. ഇനിയിപ്പോൾ അത് വെച്ചത് എടുക്കാൻ, ഗൺ വെച്ചത് സെറ്റ് ചെയ്യാൻ പോവാണേ. അത് അവനാണ് കേട്ടോ ചെയ്യുന്നത്, എനിക്കത് ഉപയോഗിക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ വെറുതെ നല്ലപോലെ നൂൽക്കമ്പി ഇട്ട് കിട്ടിയാലും മതി. രണ്ടിടത്തും ഹോൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാറ്റിൽ ഇട്ടിട്ടുണ്ട്, ഈ പ്ലേറ്റിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ സെറ്റിങ് കഴിഞ്ഞു. നമ്മുടെ തോട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ നല്ല മാങ്ങ പറിക്കാനുള്ള, മാങ്ങയോ കടച്ചക്ക ഇല്ലേ, അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പറിച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ്. ഈ നെറ്റ് കുറച്ച് അകലമുണ്ട്, അത് മിക്കവാറും അതിനകത്ത് നമ്മൾ കുറച്ച് ഒരു നീല നെറ്റും കൂടെ അതിനെ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പൈപ്പിലേക്ക് പിടിപ്പിക്കണം. പൈപ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ നമ്മൾ കർട്ടനൊക്കെ ഇടുന്ന ഒരു ഉരുണ്ട പൈപ്പില്ലേ, അലുമിനിയം പൈപ്പ്, PVC പൈപ്പായാലും മതി. പക്ഷെ അത് ഒത്തിരി വളയും. ഇതാകുമ്പോൾ നല്ല നേരെ നിൽക്കുക. അപ്പോൾ ഞാനൊരു 4 മീറ്ററിൻ്റെ പൈപ്പ് ഇവിടെ കിടന്നത് കർട്ടൻ സെറ്റ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. അത് ഇവിടെ കിടന്നതാണ്. അതെടുത്ത് അതിലേക്ക് ഇതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇൻസേർട്ട് ചെയ്തിട്ട് നല്ല ടൈറ്റായിട്ടിരിക്കണം. അതിന് വേണ്ടി ഒരു മുള്ളാണി വെച്ച് കൊടുക്കാം. ഇവിടെ മുള്ളാണി വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തോട്ട് റെഡിയായി. ഇനി നമുക്ക് ഇതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും, എത്ര വർഷം വേണമെങ്കിലും നമുക്ക് ഈ തോട്ട് ഉപയോഗിക്കാം. അതൊന്നും നനയാതെയൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. ഇത് കണ്ടോ, ഇത്ര നീളമുണ്ട്. നമ്മൾ നീളമൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കണം. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലത്തെ യൂസ്ഫുള്ളായുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. Thanks for watching.